പ്ലാസ്റ്റിക് കവറൊക്കെ എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. നല്ല ഭംഗിയുള്ള കളറിലുള്ള കവറൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു യെല്ലോ കവറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഉണങ്ങിയ ലീഫും പിന്നെ കുറച്ച് മുളകിൻ്റെ തണ്ടില്ലേ, വറ്റൽ മുളകിൻ്റെ, അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ്, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കവറൊക്കെ കിട്ടുന്ന സമയത്ത് ചുരുട്ടി കൂട്ടി വെക്കാതെ ഒന്ന് നിവർത്തി നല്ല മടക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കവറിനെ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കൈവച്ചൊക്കെ ചുളിവൊക്കെ ഒന്ന് നിവർത്തി എടുത്തിട്ടുള്ള കവറാണ്. അപ്പോൾ ഇതേപോലെ എന്നിട്ട് നമുക്ക് വീണ്ടും അതിനെ ഇങ്ങനത്തെ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നല്ല ഉണങ്ങിയ വറ്റൽമുളകിന്റെ തണ്ട്, കുറച്ച് നീളമുള്ള തണ്ട് നോക്കിയിട്ട് അധികം വളവൊന്നും ഇല്ലാത്ത തണ്ട് നോക്കി കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്നിങ്ങനെ നടുവേ മടക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊരു വീതി കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീതി കുറച്ചു. എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചുളിഞ്ഞു കിട്ടും. പേപ്പർ വെച്ച് നമുക്ക് ഇങ്ങനെ പറ്റില്ല, കവറാകുമ്പോൾ ഇങ്ങനെ വലിയുമല്ലോ. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പീസുകൾ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പൂവിൻ്റെ ഇതളുകൾ പോലെ ഭംഗിയിൽ ഈ ഭാഗം വരും. അടുത്തതായിട്ട് നൈസ് ആയിട്ടുള്ള കെട്ട് കമ്പി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടില്ലേ ഹാർഡ്വെയറിൽ നിന്നൊക്കെ, അങ്ങനത്തെ ഒരു വില കുറഞ്ഞ കമ്പി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടൊന്ന് തുമ്പ് ഭാഗത്ത് നമ്മുടെ മുളകിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ തണ്ടിൻ്റെ, അതിങ്ങനെ വെച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ള കവർ ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക. അത് ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മുളകിൻ്റെ തണ്ട് നടുവിൽ വെച്ചിട്ട് ചുറ്റും ഈ കവർ ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൂസാക്കി വേണം ചെയ്യാനായിട്ട്, ടൈറ്റിൽ അങ്ങോട്ട് ചുറ്റല്ല കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവണില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ഇതിനെ ഒരു നൂലുകൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൂവാണ് കേട്ടോ ഇത്, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാൻ അടുത്ത മുളകിൻ്റെ തണ്ട് നടുവിൽ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ കവർ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ അടുത്ത പൂവും റെഡിയായി. ഇതുപോലെ കുറച്ച് പൂക്കൾ നമ്മളിതാ ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് മുട്ട് പോലെ വേണം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു കമ്പി വളച്ചെടുത്തു. പിന്നെ കുറച്ച് പഞ്ഞിയാണ് വേണ്ടത്. പഞ്ഞിയില്ലെങ്കിൽ പഴയ ക്ലോത്തിൻ്റെ പീസ് എടുത്താൽ മതി, മുണ്ടിൻ്റെയോ അങ്ങനെയൊക്കെ കോട്ടൻ്റെ നല്ല തുണി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ, ഒരു കുഞ്ഞു ബോൾ പോലെ ഇങ്ങനെ ആ ഒരു കമ്പിക്ക് ചുറ്റും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് നൂല് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടും ഇവിടെ റെഡിയായി. ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റണം കേട്ടോ, ആ ഒരു പച്ച കളർ കിട്ടാൻ. അടുത്തതായിട്ട് ഇതാ അടിഭാഗത്തിനൊക്കെ ഇതേപോലെ ഒന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ടൈറ്റിൽ എല്ലാം തന്നെ ചുറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഉണങ്ങിയിട്ടുള്ള ഇല നോക്കിയിട്ട് എടുക്കുക. സപ്പോട്ടയുടെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് പച്ച പെയിൻറ് കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് നല്ല ബലത്തിൽ തന്നെ ഒരുപാട് കാലം നിന്നോളൂ കേട്ടോ. ഇങ്ങനത്തെ ലീഫ് നമ്മൾ കേടാവാത്ത ഇല നോക്കിയെടുക്കണേ. സപ്പോട്ടയുടെ ഇല, അതുപോലെ തന്നെ മാഞ്ചിയത്തിൻ്റെ ഇലയൊക്കെയാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്പിയിലോട്ട് നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, ടേസ്റ്റിനനുസരിച്ച് ഭംഗിയൊക്കെ നോക്കിയിട്ട് മുട്ടും പൂക്കളൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലീഫും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് തോന്നിയത് ഈ ലീഫുകൾ കുറച്ചൊന്ന് വലുതായി പോയിന്ന്. ആ പൂവ് കുറച്ച് ചെറുതും ലീഫ് വലുതും പോലെ തോന്നി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ലീഫിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൂക്കൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ പെറ്റൽസ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, വെറുതെ ഒന്ന് ചുരുട്ടല്ലേ വേണ്ടു. അപ്പോൾ ഒന്നിച്ച് കുറേ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ നല്ല സമയം കിട്ടുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് തരിക, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക്